ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് കുറച്ച് കൃഷിയാണ്. ഈ കാണുന്ന കൃഷിയല്ല കേട്ടോ, ഇത് നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രമുള്ള കൃഷിയാണ്. നമ്മളിത് കാണാൻ വേണ്ടി പോകുന്നത് തൊഴിലുറപ്പുകാർ കുറച്ച് പേര് ചേർന്ന് നടത്തുന്ന കൂട്ടുകൃഷിയുണ്ട്. നമുക്കെന്തായാലും അതൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ. പോയി വരാം. ഇതൊക്കെയാണ് നമ്മുടെ റോഡും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇവിടെ എല്ലാം ഫുള്ള് കുന്നും മലയൊക്കെയാണ്. കണ്ടില്ല, ഇവിടെയൊക്കെ കണ്ട് റബ്ബറും കാര്യങ്ങളൊക്കെയാണ്. നമുക്കെന്തായാലും കൃഷിയൊക്കെ കണ്ടിട്ട് വരാം. പോകുന്ന വഴിക്കൊക്കെ അത്യാവശ്യം നല്ല കാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് മുകളിലായിട്ടാണേ, അപ്പം കുറച്ച് കുന്നൊക്കെ വേണം കയറി വേണം പാനക്കണ്ട്. ഇവിടെ ഒരു പഴയ വീടുണ്ടായിരുന്നു കേട്ടോ, അതെല്ലാം പൊളിഞ്ഞു പോയി. പണ്ടത്തിൻ്റെ തൊട്ട് വണ്ടിയൊന്നും വലിക്കുന്നില്ല. നേരത്തൊക്കെ ഞാൻ ഓടിച്ചാടി നടന്ന സ്ഥലങ്ങളാണ്. ഇപ്പോൾ കുറച്ച് കയറുമ്പോഴത്തേന് അണയ്ക്കും. ഞാൻ അതെൻ്റെ ഇങ്ങോട്ട് കയറി വന്ന വഴിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല മഴയുണ്ട് കേട്ടോ. ഒരു അപൂർവം ഒരു കാഴ്ചയുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ അത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. വേറൊന്നുമല്ല, ഇതേട്ട് നോക്കി, ഒരു വാഴ കിളിച്ചേക്കത്തെ നോക്കി. നമ്മൾ വാഴ കുലയ്ക്കുന്നതും കിളിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് കിളിച്ച് നിൽക്കുന്നില്ല. ടോപ്പിൽ കൂടെ ഒന്നുമില്ല കേട്ടോ. സാധാരണ മുകളിലല്ലേ വാഴ കുലയ്ക്കാറ്. ഇത് നോക്കി, സെൻട്രിൽ കൂടാണ് വാഴയല്ല കേട്ടോ, വാഴ കിളിച്ച് വന്നിരിക്കുന്നത് സെൻട്രിൽ കൂടാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു കാഴ്ച കാണുന്നത് കേട്ടോ. അപ്പം പിന്നെ നിങ്ങൾക്ക് കൂടെ ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. കണ്ടില്ല, സംഭവം പൊളി. വലിയ കൊലയോ അല്ലെങ്കിൽ വലിയ കൂമ്പോ കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ എന്നാലും കണ്ടില്ലേ, സംഭവം പൊളിയാണ് കേട്ടോ. സൂപ്പറല്ലേ കാണാനൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്കിനി കൃഷി കാണാൻ വേണ്ടി പോകാം. പാതി വഴിയേ ഉള്ളൂ കേട്ടോ, ഇനി ഒരുപാട് നടക്കാനുണ്ട് ദൂരം. അപ്പോൾ എന്തായാലും ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വിചാരിക്കും. അപ്പം നമുക്ക് എന്തായാലും ഇനി അടുത്ത കൃഷിയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പോകാം. ഇത് നേരത്തെ ഇവിടെ എല്ലാം റബ്ബറായിരുന്നു കേട്ടോ. ഇപ്പോൾ റബ്ബറൊക്കെ മുറിച്ച് സോളാറൊക്കെ ഇട്ടേക്കുക. അല്ലെങ്കിൽ പന്നിശല്യം, ഭയങ്കര പന്നിശല്യമാണ്. ശരിക്കും പറയാം, നമ്മുടെ നാട്ടിൻപുറം എന്നൊന്നും പറയാൻ പറ്റില്ല. നാട്ടിൻപുറം എന്ന് വേണമെങ്കിൽ പറയാം, എന്നാലും വനമേഖലയാണ് കേട്ടോ. കുന്നും മലയും ഇങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട്. നീണ്ടോ ഇവിടെ അപ്പുറത്തെല്ലാം കൃഷിയാണ് കേട്ടോ. അപ്പുറത്തെല്ലാം മഴക്കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. അതുണ്ടല്ലേ, ഫുള്ളും മലയും കാര്യങ്ങളൊക്കെയാണ്. എങ്ങനെയുണ്ടോ ഞങ്ങളുടെ നാട്ടിൻപുറമൊക്കെ? പൊളിയല്ലേ? ഇതാണ് മറ്റേ സോളാർ സംഭവം. ഇതിട്ടേക്കൊന്നും പന്നിയും കാര്യങ്ങളൊന്നും കയറത്തൊന്നുമില്ല. അതൊക്കെ ഒരു നല്ല കാര്യമാണ്. നല്ല പന്നിയൊന്നും വെച്ചേക്കത്തില്ല. അന്നേരം കൂട്ടുകാരെ, ഈ പുരയിടത്ത് വെച്ചിട്ടാണ് നമ്മുടെ തൊഴിലുറപ്പ് ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ കൃഷി ചെയ്യുന്നത്. ഈ കൃഷിയല്ല കേട്ടോ, ഇത് വേറെ കൃഷിയാണ്. അവരുടെ കൃഷി കുറച്ച് മേളിലാണ്. അപ്പോൾ നമുക്കിനി മേളിലോട്ട് കയറിപ്പാം. അതുകൊണ്ട് അപ്പുറത്തെല്ലാം കൃഷിയാണ് കേട്ടോ. അപ്പുറത്തെല്ലാം വാഴ കൃഷി. എല്ലായിടത്തും വെയിലും കാര്യങ്ങളും സോളാറൊക്കെ ഇട്ടേക്കുക. അല്ലെങ്കിൽ ആർക്കും ഒരു പന്നി ഒരു വക കൊടുക്കത്തില്ല. ഇവിടെ വണ്ടിയൊന്നും വലിക്കൊന്നുമില്ല കേട്ടോ. കയറ്റം കയറാനൊക്കെ വലിയ പാടാണ്. പണ്ടൊക്കെ ആ മലയുടെ മണ്ടയ്ക്ക് ഞങ്ങൾ പോച്ച പറിക്കാനൊക്കെ പോകുന്നു പണ്ട് കൊച്ചിലേക്ക്. ഇവിടെ എല്ലാം വാഴ കൃഷിയാണ്. അത്യാവശ്യം നല്ല വാഴയൊക്കെ കിളിച്ച് കണ്ടു വരുന്നുണ്ട്. ആ കാണുന്നത് അക്കരെ മലയാണ്. അതുവഴി എല്ലാം റോഡാണ് കേട്ടോ. അതുവഴിയാണ് നമ്മൾ തണ്ണിത്തോട്, നമുക്ക് അതുവഴി പോകാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു അമ്പലമുണ്ട്, പള്ളിയുണ്ട്. പിന്നെ അക്കരെ ഫുള്ള് വനമാണ്. ആ കാണുന്ന മഞ്ഞൊക്കെ മൂടി കിടക്കുന്ന കാണുന്ന ഫുള്ള് സ്ഥലം വനമാണ്. അന്നേരം കൂട്ടുകാരെ, അതുകൊണ്ട് ഇവിടെയാണ് നമ്മുടെ തൊഴിലുറപ്പുകാർ കൂട്ടുകൃഷി ചെയ്യുന്ന സ്ഥലം കേട്ടോ. ഇവിടെ എൻ്റെ ആൾക്കാർ പണിയൊക്കെ
നടക്കുന്നുണ്ട്. കണ്ടിട്ടില്ലേ, കാട് പറിക്കും കാര്യങ്ങളൊക്കെയാണ്. ഒത്തിരിയൊന്നുമില്ല, അതുകൊണ്ട് കുറച്ച് 1, 2 തുണ്ട്. 2 തുണ്ട് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ അങ്ങോട്ട് കിടക്കുകയാണ്. നമുക്ക് എന്തെല്ലാം ഒന്ന് കാണാം. മുകളിലൊക്കെ ഫുള്ള് കാടാണ് കേട്ടോ, അങ്ങോട്ട് കാടാ. ഞാൻ കണ്ടില്ലേ, ഇതങ്ങ് വരെയുണ്ട് കൃഷി കേട്ടോ. ഇവിടെ തന്നെ ഇഞ്ചിയാണ്. ഓരോ സൈഡിൽ അവർ ഓരോരോ സെപ്പറേറ്റ് കാര്യങ്ങളാണ് നട്ടേക്കുന്നതിൻ്റെ കണ്ട. ഇവിടെ ഇഞ്ചി കാര്യങ്ങൾ കുറച്ചിടാം. പിന്നെ അങ്ങോട്ട് നമുക്ക് പോവാം. മുകളിലുണ്ട്, താഴെയുണ്ട്. അതുകൊണ്ടല്ലേ ഈ സൈഡെല്ലാം ഫുള്ള് ഇഞ്ചി കൃഷിയാണ്. അതുകൊണ്ട് അവർ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കലാണ്. കാപ്പി കുടിയും വെള്ളം കുടിയൊക്കെയാണ്. എവിടെ പോന്നോ? അങ്ങോട്ട് കാച്ചിലെ കാര്യങ്ങളൊക്കെയാണ്. കാച്ചിലുണ്ട്, ചേമ്പുണ്ട്, ചേനയുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. കാച്ചിലൊക്കെ തേണ്ട ഈരയൊക്കെ നാട്ടി കണ്ട് സെറ്റാക്കി വെക്കുമെന്ന്. വെള്ളം കുടിയാണ്. ചുമ്മാ ഇരിക്കില്ല, അപ്പം ഇങ്ങോട്ട് കയറി വരാമെന്ന് വിചാരിച്ച്. നിങ്ങളെ കൃഷിയൊക്കെ കാണാമല്ലോ. പിന്നെ എനിക്ക് അങ്ങനത്തെ ഇതില്ല. എന്നെ ആരും കണ്ടിടല്ലേ. അയ്യോ, എനിക്ക് വയ്യ. എന്നെ ആരും കണ്ടിടായിരുന്നാ മതി. ചേച്ചിമാരൊക്കെ എന്നെ ട്രോളോ, ഞാൻ കണ്ടിടല്ലോ. തരണ്ടല്ലോ, ഇവിടെ എല്ലാം നീണ്ട് കാച്ചിലാണ്. എന്നിട്ട് കാച്ചിലൊക്കെ നീണ്ട് ഈറയൊക്കെ നാട്ടി എല്ലാം സെറ്റാക്കി വെച്ചേക്കുവാണ്. തൊഴിലുറപ്പുകാർ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇവർ മുൻകൈ എടുത്തത് ഇപ്പം 8-9 പേരെ കണ്ടുള്ളൂ. ബാക്കി ഉള്ളവർക്കൊന്നും താല്പര്യമില്ല. അങ്ങനെ അവരൊക്കെ ഒഴിഞ്ഞു മാറി. കാടുപിഴിയിലും പണിയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഭയങ്കര പണിയാണിത്. അപ്പോൾ ഇവിടെ ഇതുവരെ ഉള്ളൂ. കണ്ടില്ലേ, അപ്പോൾ നമുക്കിനി മേളത്തെ തുണ്ടിലോട്ട് കയറാം. ഉണ്ടല്ലേ, ആൾക്കാരെല്ലാം ഓരോരോ ജോലിയിലാണ്. ഇനി നമുക്ക് തന്നെ മേളിലോട്ടൊക്കെ കയറിപ്പോവാം. വഴി ഇച്ചിരി പാടാണ്, റിസ്ക്കാണ്. അയ്യോ, ചെറുതൊക്കെ പോയില്ലെങ്കിൽ ഉരുണ്ടടിച്ച് താഴെ കിടക്കും. അപ്പോൾ ഈ തുണ്ടിലെ കാടുപറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു മേളിലാണ്, നമുക്കപ്പോൾ മേപ്പോട്ട് പോവാം. ഏതാ അങ്ങോട്ട് പോകണ്ട. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാടൊക്കെ അവർ പിഴുത് വരുന്നില്ല. നമുക്ക് അപ്പുറത്തെ സൈഡിൽ നിന്ന് വരാം. അപ്പോൾ ഇവർ തൊഴിലുറപ്പിൽ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഒന്നും പങ്കെടുത്തില്ല. അപ്പോൾ ഇവർ 8-9 പേര് പങ്കെടുത്തപ്പം കൃഷി വിളവ് കഴിഞ്ഞ് ആദായം എടുക്കുന്നതിന് ഇവർ പപ്പാതിയും എടുക്കും. അതാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ. അപ്പം തന്നെ കുറച്ച് സ്ഥലത്ത് കപ്പയുണ്ട്. എല്ലാം ഈ 2 തുണ്ടിലുണ്ട്. അപ്പോൾ എല്ലാം അവർ അഡ്ജസ്റ്റ് എല്ലാം കൃഷി ചെയ്യുന്നുണ്ട്, സ്ഥലത്തിൻ്റെ പരിമിതികളൊക്കെ അനുസരിച്ച്. അപ്പോൾ നമുക്ക് അങ്ങേയറ്റത്തോട്ട് പോകാൻ തരാം. ഓ, ചുമ്മാ വെറുതെ എടുത്ത വെറുതെ കിടക്കട്ടെ. 2 തുണ്ടോ? വേണല്ലോ. ചക്കയൊക്കെ ഉണ്ട്, ആവശ്യം പോലെ കിടപ്പുണ്ടായിട്ട്. ഇത് ചക്കയൊക്കെ വിളഞ്ഞു കിടക്കുന്നില്ല, അതോ വേവിക്കാൻ കൊള്ളത്തില്ല? ആണോ? ആണല്ലേ. അപ്പോൾ അതിൻ്റെ ഇവിടെയൊക്കെ അതിൻ്റെ പയറാണ് കേട്ടോ. പയറൊക്കെ വേണ്ടി ഇനി പറിച്ച് എൻ്റെ മെഴുക്കോട്ട് വെച്ചാൽ ഇതെല്ലാം വിളഞ്ഞ് നിൽക്കുകയാണ്.
ഇങ്ങോട്ട് വേണ്ട പയറാണ് കേട്ടോ, പയർ കൃഷി. അതിൻ്റെ ഉറുമ്പ് ഭയങ്കര ശല്യമാണ് കേട്ടോ. ഇത് പയറെല്ലാം തിന്ന സംഭവം. പക്ഷേ ഡേഞ്ചറസ് പീപ്പിളാണ് ആ ഉറുമ്പ്. ഇനി നമുക്ക് എന്തായാലും മേപ്പോട്ടോടെ കയറാം. എന്തായാലും ഇപ്പോഴും കണ്ട് വീണാ നീ കല്ലേ? ഇവിടെ തങ്ങി കിടന്ന കാര്യമേ, അന്നല്ല താഴെ പോകത്തില്ല. തങ്ങി കിടന്നത് കാര്യം, അല്ലെങ്കിൽ താഴെ ചെന്നതന്നെയല്ല. താഴെയായിരുന്നു. വിളിക്കായിരിക്കും, പിന്നെ താഴെ കുറിച്ചാൽ മതി. ഏത്തവാഴയാണ്, അത് പോകാനാണ്. അപ്പം ഗെയ്സ് നടന്നിടന്ന് ക്ഷീണിച്ചു. ഏകദേശം 1 വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ മുരിപ്പൊക്കെ കയറുന്നത് കേട്ടോ. സ്റ്റാമിനയൊക്കെ പോയി ക്ഷീണിച്ചു പോയി. കണ്ടമാനം മെഡിസിൻ കഴിക്കുന്നുണ്ടേ മുരിപ്പൊന്നും കയറാൻ പറ്റത്തില്ല. മുരിപ്പൊന്നല്ല, വലിയ ലോങ്ങൊന്നും നടക്കാൻ പറ്റൂല. അയ്യോ, പിന്നെ ഒരു ആവേശത്തിന് കയറി പോകുന്നതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ആവേശമൊക്കെ പോയി. ഇതൊക്കെയാണ് ഇവിടുത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ, സി യു.